PM കെയേഴ്സ് ഫണ്ടിൽ BJPയിലും കല്ലുകടി. പണമുണ്ടായിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ അസമിലെ ദുരിതാശ്വാസ പ്രവർത്തനത്തിന് കിട്ടിയില്ല എന്നാണ് പരാതി. മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ BJP ദേശീയ നേതൃത്വത്തിനോട് ആശങ്ക അറിയിച്ചു. ഉപയോഗിക്കാത്ത ഫണ്ടുകൾ PM കെയേഴ്സിൽ ഉണ്ടെന്നറിഞ്ഞത് ആശങ്കയുണ്ടാക്കിയെന്നാണ് പരാതി. YS അഭിനന്ദ വിവരങ്ങളുമായി ചേരുകയാണ്. YS അഭിനന്ദ, ഏതാണ്ട് 93% പണം വിവിധ ബാങ്കുകളിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ടിരിക്കുന്നു. ആകെ 85 ലക്ഷമാണ് ചെലവഴിച്ചത് തുടങ്ങിയ വാർത്തകൾ ഞെട്ടിക്കുന്നതായിരുന്നു. ആ വാർത്തകൾ ഭരണപക്ഷത്തെയും ഞെട്ടിച്ചു എന്നതാണ്. PM കെയേഴ്സ് ഫണ്ടിൽ നിന്ന് ദുരന്ത ബാധിത മേഖലകളിൽ സഹായം കിട്ടിയില്ല. അസമിൽ നമുക്കറിയാം 90-ഓളം ആളുകൾ മരിച്ച വലിയ പ്രളയമാണ് ഉണ്ടായത്. ആ ഘട്ടത്തിൽ പോലും പണം കിട്ടിയില്ല എന്നതാണ്. 2025-26 കാലഘട്ടത്തിൽ ആകെ ചിലവഴിച്ചത് 85 ലക്ഷത്തോളം രൂപ മാത്രമാണ് എന്ന വാർത്തകൾ ഓഡിറ്റ് റിപ്പോർട്ടിലൂടെ പുറത്തു വന്നതിൽ ഇപ്പോൾ ആശങ്കകൾ ഉയരുകയാണ്. എന്തുകൊണ്ടാണ് ചിലവഴിക്കാത്ത പണം ഉണ്ടായിട്ടും ദുരന്ത ബാധിത മേഖലകളിൽ ആ പണത്തിന്റെ ഗുണം കിട്ടാത്തത് എന്ന ചോദ്യമാണ് ഉയർന്നിരിക്കുന്നത്. YS അഭിനന്ദ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുകയാണ്. YS അഭിനന്ദ, ഹിമന്ത ബിശ്വ ശർമ്മ നമുക്കറിയാം BJPയുടെ ഏറ്റവും വിശ്വസ്തനായ, യാതൊരു തരത്തിലും തുറന്നൊരു അഭിപ്രായ വ്യത്യാസം പറയാത്ത ഒരു നേതാവ് കൂടിയാണ്. ക്യാമ്പ് മാറി എത്തിയതാണ് എങ്കിൽ പോലും പക്ഷേ ഇപ്പോൾ ആശങ്ക അറിയിച്ചിരിക്കുന്നു. മാധു, ഈ PM കെയേഴ്സ് ഫണ്ട് വിനിയോഗവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിപക്ഷം നേരത്തെ തന്നെ ആരോപണങ്ങൾ ഉയർത്തിയിരുന്നു. 2024-25 ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ 8,456 കോടി രൂപയിൽ 7,824 കോടി രൂപയും അതുപോലെ തന്നെ കിടക്കുകയും 88 ലക്ഷം രൂപ മാത്രമാണ് ചിലവഴിച്ചത് എന്നുള്ള രൂക്ഷമായ വിമർശനം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിരുന്നു. ജനങ്ങൾ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഫണ്ട് ചെയ്ത പണം അത് എന്തിനു ഉപയോഗിച്ചു എന്നുള്ള ചോദ്യമായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചതെങ്കിൽ സമാനമായ ചോദ്യം ഇപ്പോൾ BJPക്കുള്ളിൽ നിന്നും പുറത്തു വരികയാണ്. അസമാണ് ഈ തവണ ഏറ്റവും കൂടുതൽ പ്രളയം അത് ബാധിച്ച സംസ്ഥാനം. മഴക്കെടുതികൾ ഏറ്റവും രൂക്ഷമായി ബാധിച്ച സംസ്ഥാനമായ അസമിലെ മുഖ്യമന്ത്രി തന്നെയാണ് ഇപ്പോൾ ദേശീയ നേതൃത്വത്തിനോട് ആശങ്ക അറിയിച്ചിരിക്കുന്നത്. കൃത്യമായ ഫണ്ട് അത് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് നൽകിയില്ല, അത് എന്തുകൊണ്ട് വൈകുന്നു എന്നുള്ള ചോദ്യമാണ് ഇപ്പോൾ ഒരു ആശങ്കയായിട്ട് ദേശീയ നേതൃത്വത്തിനോട് അറിയിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. കാരണം അത്രത്തോളം പ്രളയ പ്രശ്നങ്ങൾ അത് അസമിലുണ്ടായിരുന്നു. അസമിൽ നിന്ന് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായിട്ട് നമ്മൾ തന്നെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അവിടെ എത്രയോ ആളുകൾ മരിച്ചു, എത്രത്തോളം നാശനഷ്ടങ്ങളുണ്ടായി. എന്നിട്ടും കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ അത് കൃത്യമായി എത്തുന്നില്ല. അത് BJP ഭരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. അവിടേക്ക് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടുകൾ എത്തുന്നില്ല എന്നുള്ള വിമർശനം ഇതിനോടകം തന്നെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികൾ ഉയർത്തുകയും ചെയ്യുന്നു. ഗൗരവ് ഗൊഗോയി 10,000 കോടി രൂപ ആവശ്യപ്പെട്ട് കേന്ദ്ര സർക്കാരിൽ നിന്നിലേക്ക് കത്തും വെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി തന്നെ BJPയുടെ സ്വന്തം മുഖ്യമന്ത്രി തന്നെ BJP ദേശീയ നേതൃത്വത്തോട് ആശങ്ക അറിയിച്ചിരിക്കുന്നത്. PM കെയേഴ്സ് ഫണ്ടിൽ ഇത്ര രൂപ അത് ബാങ്കിൽ വെച്ചിട്ടും എന്തുകൊണ്ട് ഫണ്ട് PM കെയേഴ്സ് ഫണ്ടിൽ നിന്ന് എന്തുകൊണ്ട് പണം കിട്ടിയില്ല, എന്തുകൊണ്ടാണ് ചിലവഴിക്കാത്ത പണം ഉണ്ടായിട്ടും പണം കിട്ടിയില്ല തുടങ്ങിയ ആശങ്കകൾ അറിയിച്ചിരിക്കുന്നത് ഇപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ.